നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട SP കണ്ണൂർ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം ഞാൻ പനി പിടിച്ച് കിടപ്പായി പോയതുകൊണ്ടാണ് അടുത്ത എപ്പിസോഡ് ഇടാൻ വൈകിയത്. പ്രിയ പ്രേക്ഷകർ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് 4ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. കഠിനാധ്വാനിയായ മാത്യൂസ് ദിവസവും പണിക്ക് പോകും. ഈ സമയം പല പുരുഷന്മാരും ലില്ലിക്കുട്ടിയുടെ കൂടെ രതിസുഖ ലഹരി ആസ്വദിച്ചുകൊണ്ടിരുന്നു. മാത്യൂസ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ലില്ലിക്കുട്ടി രതിസുഖ ലഹരിയിൽ മുഴുകി ജീവിക്കുകയാണ്. ലില്ലിക്കുട്ടിയുടെ രതിലീലകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചേരാം. എന്നിട്ട് നമുക്ക് ജോയ്ക്കുട്ടിയിലേക്കും സന്ദീപ് എന്ന കാമുകനിൽ വരെ എത്തിച്ചേരാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സന്ദീപ് എന്ന കാമുകനിൽ വരെ നമുക്കപ്പോൾ എത്തിച്ചേരാം. മാത്യൂസിൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ലില്ലിക്കുട്ടിയുടെ ആദ്യത്തെ കാമുകനായത് മാത്യൂസിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായ മത്തായി ആയിരുന്നു. ഡ്രൈവറായ മത്തായി പകൽ ഓട്ടമില്ലാത്ത സമയത്തും വൈകുന്നേരം മാത്യൂസ് വരുന്നത് വരെയും ആ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു. രഘു എന്നാണ് മത്തായിയുടെ യഥാർത്ഥ പേര്. ഒരു SNDP കുടുംബത്തിൽ ജനിച്ച രഘു എന്ന മത്തായി മാത്യൂസിന് അടുത്ത ചങ്ങാതിയായിരുന്നു. അവിവാഹിതനായിരുന്നു മത്തായി. ലില്ലിക്കുട്ടിയെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയായിരുന്നു മത്തായി. ലില്ലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മത്തായിക്ക് ആദ്യമായി രതിയുടെ ലഹരി അറിയിച്ചു കൊടുത്തത് ലില്ലിക്കുട്ടിയാണ്. മത്തായിയുടെ യുവത്വം ലില്ലിക്കുട്ടി നന്നായി ആസ്വദിച്ചു പോകുന്നു. പകരം മത്തായി തൻ്റെ കയ്യിലുള്ള പൈസ അവളുടെ ദൂരത്തിന് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ മാത്യൂസ് ഇല്ലാത്ത സമയം മത്തായിയുടെ യുവത്വവും പണവും ലില്ലിക്കുട്ടി നല്ലതുപോലെ ആസ്വദിക്കാൻ തുടങ്ങി. മാത്യൂസ് അത് കണ്ടുപിടിച്ചില്ല എന്ന് കണ്ടപ്പോൾ ലില്ലിക്കുട്ടിയുടെ ആത്മവിശ്വാസം കൂടി. മത്തായി വരാത്ത സമയത്ത് മറ്റു ചിലരുമായും കുറച്ച് സമയം വീതം അവൾ രതിയുടെ ലഹരി നുണഞ്ഞുകൊണ്ടേയിരുന്നു. തുടരും.